മറ്റൊരു വാർത്തയിലേക്ക്. മംഗളൂരുവിൽ വിഷവാതകം ശ്വസിച്ച മലയാളി ഉൾപ്പെടെ 2 പേർ മരിച്ചു. മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതക ചോർച്ചയെ തുടർന്നാണ് മരണം. ഇന്ന് രാവിലെ ഇരുവരെയും MRPL ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിൽ ബോധരഹിതരായി കണ്ടെത്തുകയായിരുന്നു. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, എന്താണ് സംഭവിച്ചത്? ഇവരുടെ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? മംഗളൂരിലെ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ ആയിട്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത്. അതായത് വിഷവാതക ചോർച്ചയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇവിടുത്തെ ഓപ്പറേറ്റർമാരായിരുന്ന കോഴിക്കോട് കക്കോടി സ്വദേശിയായ ബിജിൽ പ്രസാദ്, പ്രയോഗരാജിൽ നിന്നുള്ള ദീപ് ചന്ദ്ര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്ന് പുലർച്ചെയാണ് 2 പേരെയും ഈ MRPL ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിൽ ബോധരഹിതരായി കണ്ടെത്തിയത്. തുടർന്ന് 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. അതായത് ഈ 2 പേരും ഇന്നലെ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണ്. ഒരുപക്ഷെ ഈ വിഷവാതകം ചോർന്ന വിവരം ആ കമ്പനിയിലെ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. എന്തായാലും ഈ 2 പേരും ഈ ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിൽ ബോധരഹിതരായി കിടക്കുന്നു. തുടർന്ന് രാവിലത്തെ ഷിഫ്റ്റിലെത്തുന്ന ആൾക്കാരാണ് ഇവരെ ആ നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും വിഷവാതകം ശ്വസിച്ചാണ് മരണകാരണമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇരുവരുടെയും മൃതദേഹം മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്.